നമ്മുടെ കമ്പനിയിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളെ ഉണ്ടാക്കുന്ന നിർബന്ധമാ. എടോ അതിലേ ലാഭമുള്ളൂ. എനിക്ക് മനസ്സിലായില്ല. എടാ മടയാ, കമ്പോളത്തിൽ വിറ്റഴിയുന്ന ഏത് സാധനത്തിനും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കും. എന്തായാലും ഇതൊരു ദ്രോഹമോ? എന്തോന്നാടാ ദ്രോഹം? നീ ഇതൊന്നും ഉപയോഗിക്കണ്ട. കിട്ടുന്ന ശമ്പളവും മേടിച്ചോണ്ടങ്ങ് പോയാ മതി കേട്ടോ. ലോഡ് റെഡി ആയില്ലേ? ഇപ്പൊ എനിക്ക് വേണ്ട കുഞ്ഞെ. ഇത് നമ്മളുണ്ടാക്കുന്നതല്ലേ, ഫോറിനാ. എന്തായാലും എനിക്ക് വേണ്ട. നമ്മുടെ സിഗരറ്റ് വലിച്ചവരൊക്കെ ആശുപത്രിയിൽ എന്നാ പറയുന്നത്. അവനൊക്കെ തൊലയിട്ട് നമുക്കെന്താ ചെയ്തം? ഒരുത്തൻ നമ്മുടെ ഗോപാലയുടെ ചായക്കട എന്ന് പറയുക ഇപ്പോഴത്തെ സേതിനേക്കാൾ ഭേദമാ വൈപ്പിങ്ങനല്ലേ ചാരായമെന്ന്. അതാവുമ്പോ അപ്പോഴെങ്ങ് തീരും. അതാ നമ്മുടെ കഴിവ്. സാധനങ്ങളൊക്കെ വേഗം കേട്ടാ നോക്ക്. മിസ്റ്റർ ഇൻസ്പെക്ടർ, നിങ്ങൾ പുതിയ ആളായതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്റെ അഭിപ്രായത്തെ ഇന്നുവരെ ആരും ധിക്കരിച്ചിട്ടില്ല. നീങ്ങടത്തിപ്പിനുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഇവിടെ താങ്കളുടെ അഭിപ്രായം ആരും ധിക്കരിച്ചിട്ടില്ലെങ്കിൽ നീതിയുടെ ഇരിപ്പിടം താങ്കളാണ് ഞാൻ കരുതട്ടെ. ഇവിടെ എനിക്കുള്ള സ്വാധീന ശക്തിയെക്കുറിച്ച് താങ്കൾക്കറിയില്ല. അത് പറഞ്ഞറിയിക്കുക എന്നുള്ളത് ഒരു വലിയ ഗതികേടാണ്. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണോ? പരിഭവിക്കരുത്, പരമാർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഓ, അപ്പോൾ നിങ്ങൾ... അതെ, നിങ്ങൾ പറയുന്ന വഴിക്ക് വരാൻ ഞാൻ തയ്യാറല്ല. നിയമപരമല്ലാതെ നിങ്ങൾ കയറ്റിയേക്കുന്ന ചരക്കുകൾ ഞങ്ങൾ പരിശോധിക്കരുത്. നിങ്ങളുടെ എച്ചിൽ നിന്ന് വളരുന്ന ഗുണ്ടകൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ഞങ്ങൾ ചോദ്യം ചെയ്യരുത്. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് പാവപ്പെട്ടവന്റെ പേരിലും കള്ളക്കേസെടുത്ത് ഞങ്ങൾ ജയിലിലാക്കണം. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ആവശ്യങ്ങൾ? മിസ്റ്റർ അലക്സാണ്ടർ, ഇത്തരം പ്രവൃത്തികളിൽ നിന്നും പിന്തിരിയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴറിയും. ഭയപ്പെടുത്തുകയാണോ? ഇത്രയും സമയം നിങ്ങൾക്ക് അനുവദിച്ചത് ഒരു പൗരന്റെ അവകാശം എന്ന നിലയ്ക്കാണ്. ഓ, ഇനി അത് സാധ്യമല്ല. എഴുന്നേൽക്ക്, എഴുന്നേൽക്കാൻ. Get out. I say you get out. അയാൾ എന്ത് തെറ്റി എന്ന് പറയൂ. അതിന്റെ പേരിൽ നമുക്ക് കേസ് എടുത്താമല്ലോ. അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉപദേശം ചോദിച്ചത്. മിസ്റ്റർ അലക്സാണ്ടർ, ഞാൻ നിങ്ങളുടെ ലീഗൽ അഡ്വൈസറാണ്, ബിസിനസ്സിൽ മാത്രം. So you agree that you are my legal advisor. So far so good. But one thing, സത്യസന്ധമായ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കുന്നവർ ആരുമില്ല, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഇത്രയും കാലം ഞാൻ എന്റെ കള്ളക്കച്ചവടത്തിന് കൂട്ടു നിൽക്കുകയായിരുന്നു. ഞാൻ കുരുങ്ങുന്നിടത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല മിസ്റ്റർ അഡ്വക്കേറ്റ്. മിസ്റ്റർ ഇന്ദ്രപാലൻ, നിങ്ങൾക്ക് ധൈര്യമില്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് മറ്റൊന്ന് കഴിയും. നിങ്ങളുടെ സുഹൃത്താണ് രാജശേഖരൻ. നിങ്ങൾ വിചാരിച്ചാൽ അവനെ നമ്മുടെ വഴി കൊണ്ടുവരാൻ കഴിയും. നോ, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഇംപോസിബിൾ. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. അത്ര പെട്ടെന്ന് വലിച്ചെറിഞ്ഞിച്ച് പോകാവുന്ന ഡീലിംഗ്സ് അല്ല നമ്മൾ തമ്മിലുള്ളത്. നിങ്ങളുടെ ഉപദേശങ്ങളും ഉത്തരവാദിത്വവും സ്വീകരിച്ചുകൊണ്ട് ഞാൻ പലതും ചെയ്തു. അതിന്റെ എല്ലാം വിളയെടുത്തത് ഞാനാണെങ്കിലും ദിന താങ്കൾ കൂടെ അനുഭവിക്കണം മിസ്റ്റർ ഇന്ദ്രപാലൻ. You shut up. Oh, sure. Take it easy, my boy. ചെല്ലു, സമാധാനമായിട്ട് ആലോചിച്ചു. To hell with you, man. Oh, shit. MALLB. വിളമ്പ്. നീ വിളമ്പാലേ അതത്ര ശരിയാവില്ല. അത് ഞാൻ തന്നെ വിളമ്പ. നിന്നെ കാണുമ്പോഴേ എന്റെ മരിച്ചുപോയ പെങ്ങൾ ഓർമ്മ വരിക. ഇപ്പോഴല്ലേ വേലുനായരുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. കൊള്ളാം, നല്ല ഒന്നാം തട്ടിക്കോ തട്ടിക്കോ. സമ്മതിച്ചിരിക്കുന്നു. സമ്മതിച്ചു. സമ്മതിക്കാതിരിക്കും വയ്യ. മൂക്കുമുട്ട വെട്ടി അടിച്ച് പടിയും പഠിച്ചിട്ട് പോകാൻ വന്നിരിക്കല്ലേ? എന്തൊരു കൊള്ളാവിടും ഒരു വക്കീലും ഗുമസ്തനും. വക്കീലിനെ പറ്റി പറഞ്ഞത് ശരിയാ. ഇന്നത്തെ പയ്യനല്ലയോ മസ്തൻ പാച്ചിപ്പിള്ളയെ പറ്റി. തനിക്കെന്താ വാലുണ്ടോ? ഞാൻ തന്നെ ഇപ്പോ ഒരു വാലാന്ന കക്ഷികളൊക്കെ പറയുന്നു. അല്ല, മുതലാളി കുറച്ചൊരു ഹീറ്റിലാണല്ലോ. മാസാമാസം രൂപ കൊണ്ട് എണ്ണി മേടിക്കും. കാര്യം ചോദിക്കും, പുണ്യവഞ്ചമയും. അല്ല, അതൊരു ബുദ്ധിയാണ്. കഴിവേട് ആരും അറിയത്തില്ലല്ലോ. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത് എന്നോട് പറയാ.
ഒരുത്തം വക്കീലാണെന്ന് വിചാരിച്ച് കേസ് അറിയണമെന്നില്ലല്ലോ. ഒരു ജാമ്യാപേക്ഷ എഴുതാൻ അറിയാവുന്ന എത്ര വക്കീൽമാരുണ്ട് ഇവിടെ? അല്ലെ, ഇത് ഞാൻ അറിഞ്ഞിട്ട് ചോദിക്കാം. മുതലാളിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഇരിക്കാം. ആ എസ് ഐ രാജശേഖരനും ഇന്ദ്രപാലനും സുഹൃത്തുക്കളാണ്. മാത്രമല്ല മത്തായി അവരുടെ കൂട്ടുകാരനാണ്. അയ്യോ, അവൻ ആള് ഭയങ്കരനാണ്. ആ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് സ്വസ്ഥയുണ്ടാവില്ല. ചുരുക്കത്തിൽ 3-ന് 3 വഴിക്കാക്കണല്ലേ? അതെ, വകുപ്പുണ്ട്. നിയമത്തിന്റെ വഴിയിലല്ല, രാമായണത്തിലെ മന്ദരയുടെ വഴി, ഭാഗവതത്തിലെ ശൗനിയുടെ വഴി, ഇവനാര്? ഈ പാച്ചിപ്പിള്ളയുടെ വഴി. ഈ വേലുവിനെയും പാർട്ടിയെ എന്റെ കൂടെ അയക്കുക. അപ്പോഴേ പിന്നെ ഒരു കാര്യം, അല്പം സ്വല്പം കാശിന്റെ ചെലവൊക്കെ കാണും. ടാക്സി ടാക്സി. എന്താ ഇത്? ആരാണ്? മത്താച്ചേട്ടാ, ആ റൗഡികളൊരു പെണ്ണിനെ കാറിലിട്ടോണ്ട് പോയി. ഏത് പെണ്ണ്? എനിക്കറിയില്ല. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉത്തരവ്. ഞങ്ങളൊരു പ്രധാന പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോ ആ മത്തായി വന്ന് ഞങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും പോലീസ് വക ജീപ്പ് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരവ്. മത്തായിയോ? ആ ബെൽറ്റ് മത്തായി. എന്നിട്ട് എവിടെ പോയി?
ഇവിടെ വാടി. നിന്റെ പേരെന്താ? ഗീത. ശരി, വാ. എന്നെ ഇദ്ദേഹം രക്ഷിക്കുകയായിരുന്നു. ഇദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ ആ തെമ്മാടികൾ എന്നെ കൊല്ലുമായിരുന്നു. ഐ എം സോറി മാത്യൂസ്.